ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, യോഹന്നാൻ്റെ സുവിശേഷത്തിലെ ചോദ്യോത്തരങ്ങളിൽ 3-ാം ഭാഗമാണിത് ഈ എപ്പിസോഡിൽ ഉണ്ടായിരിക്കുന്നത്. 6-ാം അധ്യായം 48 മുതൽ 58 വരെയുള്ള വാക്യങ്ങളിൽ ജീവൻ്റെ അപ്പത്തെക്കുറിച്ച് പറയുന്നുണ്ട്. നമ്മിൽ കുറച്ചു പേർക്കെങ്കിലും നമ്മുടെ ആദിർഭാന കാലത്ത് കേട്ടിട്ടുള്ള ഒരു പാട്ടിൻ്റെ ഓർമ്മ ഈ വചനഭാഗത്തുണ്ട്. കരുണാകരൻ ഈശോ നരഗണത്തെ സ്നേഹിച്ചതിനാൽ. ഓർക്കുന്നവർ കമൻറ്റ് ചെയ്യുക, അറിയുന്നവർ പാടുക. എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ വചനഭാഗത്തിലേക്ക് പോകാം. ചോദ്യം 121. നീ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു. കൂടുതൽ മോശമായതൊന്നും സംഭവിക്കാതിരിക്കാൻ എന്ത് ചെയ്യരുത് എന്നാണ് ഈശോ പറഞ്ഞത്? ഉത്തരം: മേലിൽ പാപം ചെയ്യരുത്. 122. യേശുവാണ് തന്നെ സുഖപ്പെടുത്തിയതെന്ന് സുഖം പ്രാപിച്ചവൻ ആരെ അറിയിച്ചു? ഉത്തരം: യഹൂദരെ. വാക്യം 5:15. പിതാവിനെ ആദരിക്കുന്ന പോലെ തന്നെ എല്ലാവരും പുത്രനെയും ആദരിക്കേണ്ടതിന് പിതാവ് എന്ത് പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു? ഉത്തരം: വിധി. വിധി മുഴുവൻ അവിടുന്ന് പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു. വാക്യം 5:22. എൻ്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് എന്ത് ലഭിക്കുമെന്നാണ് ഈശോ പറഞ്ഞത്? ഉത്തരം: നിത്യജീവൻ. വാക്യം 5:24. ആരാണ് സത്യത്തിന് സാക്ഷ്യം നൽകിയത്? ഉത്തരം: സ്നാപക യോഹന്നാൻ. ആരാണ് കത്തിജ്വലിക്കുന്ന സൂര്യനെന്ന് ഈശോ പറഞ്ഞത്? സ്നാപക യോഹന്നാൻ. ആരുടെ സ്വരം നിങ്ങൾ ഒരിക്കലും കേട്ടിട്ടില്ല, രൂപം കണ്ടിട്ടില്ല എന്നാണ് ഈശോ പറഞ്ഞത്? പിതാവിൻ്റെ. വാക്യം 5:37. എവിടെയാണ് നിത്യജീവനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്? ഉത്തരം: വിശുദ്ധ ലിഖിതങ്ങളിൽ 5:39. ആരിൽ നിന്നും മഹത്വം സ്വീകരിക്കുന്നില്ല എന്നാണ് ഈശോ പറഞ്ഞത്? ഉത്തരം: മനുഷ്യരിൽ നിന്നും. 5:41. നിങ്ങളിൽ ദൈവസ്നേഹമില്ല. ഈശോ ഇങ്ങനെ പറയാൻ കാരണമെന്ത്? ഉത്തരം: ഈശോയെ സ്വീകരിക്കാത്തതുകൊണ്ട്. 5:43. പരസ്പരം മഹത്വം സ്വീകരിക്കുകയും ഏക ദൈവത്തിൽ നിന്നും വരുന്ന മഹത്വം അന്വേഷിക്കാതിരിക്കുകയും ചെയ്യുന്ന നിങ്ങൾക്ക് എങ്ങനെ വിശ്വസിക്കാൻ കഴിയും? ഈശോ ആരോടാണ് ഇത് പറഞ്ഞതും? ഉത്തരം: യഹൂദരോട്. പിതാവിൻ്റെ സന്നിധിയിൽ ആര് ആയിരിക്കും നിങ്ങളെ കുറ്റപ്പെടുത്തുന്നത്? ഉത്തരം: മോശ. 5:45. ആരെ നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ പിന്നെ എൻ്റെ വാക്കുകൾ എങ്ങനെ വിശ്വസിക്കും? ആരെ വിശ്വസിക്കുന്നില്ലെങ്കിൽ എന്നാണ് ഈശോ പറഞ്ഞത്? ഉത്തരം: മോശയെ. ചോദ്യം 134. തിബീരിയസ് കടലിൻ്റെ മറ്റൊരു പേര് എന്ത്? ഉത്തരം: ഗലീലിയ കടൽ. വാക്യം 6:1. ഒരു വലിയ ജനതതി തൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് ഈശോ എന്താണ് ഫിലിപ്പോസിനോട് ചോദിച്ചത്? ഉത്തരം: ഇവർക്ക് ഭക്ഷിക്കാൻ നാം എവിടെ നിന്നും അപ്പം വാങ്ങും? 6:5. 135. ഓരോരുത്തർക്കും അല്പം വീതം കൊടുക്കുവാൻ എത്ര ദനാറയ്ക്കുള്ള അപ്പം തികയില്ല എന്നാണ് ഫിലിപ്പോസ് ഈശോയോട് പറഞ്ഞത്? ഉത്തരം: 200 ദനാറയ്ക്ക്. വാക്യം 6:7. ശിമയോൻ പത്രോസിൻ്റെ സഹോദരൻ്റെ പേരെന്ത്? ഉത്തരം: അന്ത്രയോസ്. 6:8. 5 ബാർലിയപ്പവും 2 മീനും കൈവശമുള്ള ഒരു കുട്ടി ഇവിടെയുണ്ട്. ആരാണിത് പറഞ്ഞത്? അന്ത്രയോസ്. 6:9. ഈശോ പറഞ്ഞത് അനുസരിച്ച് എത്ര പേരാണ് ഭക്ഷണത്തിനിരുന്നത്? ഉത്തരം: 5000-ഓളം വരുന്ന പുരുഷന്മാർ. 6:10. ഈശോ അപ്പം എടുത്ത് എന്തു ചെയ്താണ് അവർക്ക് വിതരണം ചെയ്യാൻ കൊടുത്തത്? ഉത്തരം: കൃതജ്ഞതാസ്തോത്രം ചെയ്ത്. വാക്യം 6:11. 5 ബാർലിയപ്പത്തിൽ നിന്നും ജനങ്ങൾ ഭക്ഷിച്ച ശേഷം മിച്ചം വന്ന കഷ്ണങ്ങൾ എത്ര കുട്ട നിറയെ ശേഖരിച്ചു? ഉത്തരം: 12 കുട്ട നിറയെ. 6:13. ലോകത്തിലേക്ക് വരാനിരിക്കുന്ന പ്രവാചകൻ സത്യമായും ഇവനാണ്. ഈശോ പ്രവർത്തിച്ച അടയാളം കണ്ട് ആരാണിങ്ങനെ പറഞ്ഞത്? ഉത്തരം: ജനങ്ങൾ. വാക്യം 6:13. ജനങ്ങൾ തന്നെ രാജാവാക്കാൻ വേണ്ടി ബലമായി പിടിച്ചുകൊണ്ട് പോകാൻ ഭാവിക്കുന്നുവെന്ന് മനസ്സിലാക്കിയ യേശു എവിടേക്കാണ് പോയത്? ഉത്തരം: മലമുകളിലേക്ക്. വാക്യം 6:15.
വൈകുന്നേരമായപ്പോൾ യേശുവിൻ്റെ ശിഷ്യന്മാർ വള്ളത്തിൽ കയറി എവിടേക്കാണ് പോയത്? ഖഫർനഹൂമിൽ. 6:17. ഈശോ കടലിനു മീതെ നടക്കുന്നത് കണ്ട് ഭയപ്പെട്ട ശിഷ്യന്മാരോട് അവിടുന്ന് എന്താണ് പറഞ്ഞത്? ഉത്തരം: ഞാനാണ്, ഭയപ്പെടേണ്ട. വാക്യം 6:21. യേശുവിനെ തിരക്കി ജനക്കൂട്ടം എവിടെ എത്തി? ഉത്തരം: ഖഫർനഹൂമിൽ. വാക്യം 6:24. ജനക്കൂട്ടം എന്തുകൊണ്ടാണ് തന്നെ അന്വേഷിക്കുന്നതെന്നാണ് ഈശോ പറഞ്ഞത്? ഉത്തരം: അപ്പം ഭക്ഷിച്ചു തൃപ്തരായതുകൊണ്ട്. 6:26. ആര് തരുന്ന നിത്യജീവൻ്റെ അനശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കുമെന്നാണ് ഈശോ പറഞ്ഞത്? ഉത്തരം: മനുഷ്യപുത്രൻ. 6:27. പിതാവായ ദൈവം ആരുടെ മേൽ അംഗീകാരം ഉറപ്പിച്ചു വച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞത്? മനുഷ്യപുത്രൻ്റെ മേൽ. 6:27. എന്താണ് ദൈവഹിതമനുസരിച്ചുള്ള പ്രവൃത്തി എന്നാണ് ഈശോ പറഞ്ഞത്? ഉത്തരം: ദൈവം അയച്ചവനിൽ വിശ്വസിക്കുക. 6:29. അവിടുന്ന് അവർക്ക് ഭക്ഷിക്കാൻ സ്വർഗത്തിൽ നിന്നും അപ്പം കൊടുത്തു. ഈ വാക്യം ഏത് പഴയ നിയമഗ്രന്ഥത്തിലാണ് ഉള്ളത്? ഉത്തരം: പുറപ്പാട് 16:4-15 വരെയുള്ള വാക്യം റൂട്ട് നോട്ടിനകത്ത് ഉണ്ട്. സ്വർഗത്തിൽ നിന്നും വന്ന ലോകത്തിന് ജീവൻ നൽകുന്ന അപ്പം ആരാണ്? ഉത്തരം: ജീവൻ്റെ അപ്പമായ ഈശോ. 6:35. ആര് തൻ്റെ അരികിൽ വരുമെന്നാണ് ഈശോ പറഞ്ഞത്? പിതാവ് എനിക്ക് നൽകിയവരെല്ലാം. വാക്യം 6:37. അവിടുന്ന് ഈശോയ്ക്ക് നൽകിയവരിൽ ഒരുവനെ പോലും നഷ്ടപ്പെടുത്താതെ എന്ത് ചെയ്യുമെന്നാണ് പിതാവിൻ്റെ ഇഷ്ടം? അന്ത്യദിനത്തിൽ ഉയർപ്പിക്കണം. വാക്യം 6:39. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പം ഞാനാണ് എന്ന് പറഞ്ഞതിനാൽ ആരാണ് ഈശോയ്ക്കെതിരെ പെറുപിറുത്തത്? യഹൂദർ. വാക്യം 6:40. ആര് ആകർഷിച്ചിട്ടില്ലാതെ ഒരുവനും എൻ്റെ അടുക്കൽ വരാൻ സാധിക്കയില്ല എന്നാണ് ഈശോ പറഞ്ഞത്? എന്നെ അയച്ച പിതാവ്. വാക്യം 6:44. യോഹന്നാൻ 6:45 പറഞ്ഞത് ഏത് പ്രവാചകൻ്റെ പ്രവചനമാണ്? അവരെല്ലാവരും ദൈവത്താൽ പഠിക്കപ്പെട്ടവരാകും. ഉത്തരം: യെശയ്യാ 54:13. കർത്താവ് നിൻ്റെ പുത്രന്മാരെ പഠിപ്പിക്കും, അവർ ശ്രേയസ്സാർജിക്കും. 157. ആരാണ് ജീവൻ്റെ അപ്പം? ഉത്തരം: ഈശോ. മരുഭൂമിയിൽ വെച്ച് പിതാക്കന്മാർ എന്താണ് ഭക്ഷിച്ചത്? ഉത്തരം: മന്ന. ഈശോ പറഞ്ഞ ഏത് വചനം നിമിത്തമാണ് യഹൂദർക്കിടയിൽ തർക്കമുണ്ടായത്? ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരമാണ്. 6:51. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് എന്ത് ലഭിക്കുമെന്നാണ് ഈശോ പറഞ്ഞത്? ഉത്തരം: നിത്യജീവൻ. 6:54. ഞാൻ ജീവൻ്റെ അപ്പമാണ് എന്ന് ഈശോ പറയുന്ന വചനം യോഹന്നാൻ്റെ സുവിശേഷം അധ്യായവും വാക്യവും പറയുക. ഉത്തരം: യോഹന്നാൻ 6:47-58. ഇതിനകത്ത് ഈ വാക്യത്തിലാണ് കരുണാകരനീശോ നരഗണത്തെ സ്നേഹിച്ചതിനാൽ കരളലിഞ്ഞു രാപകൽ ശുദ്ധ കുർബാനയിലിരിക്കുന്നു എന്നൊരു പാട്ട് ചിലരുടെയെങ്കിലും നമ്മൾ ചിലരുടെയെങ്കിലും ചെറിയ കാലത്ത് കേട്ടിട്ടുള്ളതാണ്. ഇനി 162. ചോദ്യം 162. എവിടെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് താൻ ജീവൻ്റെ അപ്പമാണ് എന്ന് ഈശോ പറഞ്ഞത്? ഉത്തരം: ഖഫർനഹൂമിലെ സിനഗോഗിൽ. 6:59. ഖഫർനഹൂമിലെ സിനഗോഗിൽ ഈശോ വചനം കേട്ട് അവൻ്റെ ശിഷ്യരിൽ പലരും എന്താണ് പറഞ്ഞത്? ഈ വചനം കഠിനമാണ്, ഇത് ശ്രവിക്കാൻ അസാധ്യം. 6:60. മനുഷ്യപുത്രൻ എവിടെയാണ് ആരോഹണം ചെയ്തതെന്നാണ് നിങ്ങൾ കണ്ടാലോ എന്നാണ് ഈശോ ചോദിച്ചത്? ഉത്തരം: ആദ്യമായിരുന്നിടത്തേക്ക്. 6:62. എന്താണ് ജീവൻ നൽകുന്നത്? ഉത്തരം: ആത്മാവ്. 6:63. ഈശോ ശിഷ്യന്മാരോട് പറഞ്ഞ വാക്കുകൾ എന്താണ്? ഉത്തരം: ആത്മാവും ജീവനുമാണ്. 6:64. ഈശോ തൻ്റെ 12 ശിഷ്യന്മാരോട് എന്താണ് ചോദിച്ചത്? ഉത്തരം: നിങ്ങളും പോകാൻ ആഗ്രഹിക്കുന്നുവോ?
168 കർത്താവെ, ഞങ്ങൾ ആരുടെ അടുത്തേക്ക് പോകും? നിത്യജീവൻ്റെ വചനങ്ങൾ നിൻ്റെ പക്കലുണ്ട്. ആരാണ് ഇങ്ങനെ ഈശോയോട് പറഞ്ഞത്? ഉത്തരം, ശിമയോൻ പത്രോസ്. ആരാണ് ദൈവത്തിൻ്റെ പരിശുദ്ധൻ എന്ന് ഞങ്ങൾ അറിഞ്ഞുവെന്നാണ് പത്രോസ് പറഞ്ഞത്? ഈശോ. 170 നിങ്ങളിൽ ഒരുവൻ പിശാചാണ്. ആരെക്കുറിച്ചാണ് ഈശോ ഇങ്ങനെ പറഞ്ഞത്? ഉത്തരം, യൂദാസ്. യൂദാസ് ആരുടെ മകനാണ്? ഉത്തരം, ശിമയോൻ സക്രിയാത്തയുടെ. 6:71 ആര് തന്നെ ഒറ്റിക്കൊടുക്കുമെന്നാണ് ഈശോ നേരത്തെ അറിഞ്ഞിരുന്നത്? ഉത്തരം, 12 പേരിലൊരുവനായ യൂദാസ്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട്? 71 വാക്യങ്ങൾ. പ്രിയ സഹോദരങ്ങളെ, ഇത്രയും നേരം ഈ വചനഭാഗം ശ്രവിച്ചതിന് എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ ഈശോയിൽ നന്ദി.